ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. രാവിലെ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കി, ഉച്ച കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണ്. രാത്രി 2 ഗസ്റ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി, പിന്നെ നമുക്ക് ആ അരി ഒരു 3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ ഇതാകുമ്പോഴേ പെട്ടെന്ന് ഇതാണ് നല്ല അരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കൈമ. പക്ഷേ ഫ്രൈഡ് റൈസിനൊക്കെ എല്ലാവരും പറയും പിന്നെ ബസുമതി റൈസൊക്കെ മതിയെന്ന്. ഞാൻ 2 കലം അങ്ങ് വെച്ചു. എന്നാന്ന് വെച്ചാൽ ഇത് 1 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് തികഞ്ഞില്ലേലോ, എന്നാലും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അങ്ങ് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. തിളച്ച് ആകുമ്പോഴത്തേന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പേ ആയിരുന്നു ഇത് ചെയ്യേണ്ടത്. ഞാൻ അന്നേരം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 2 ഗ്രാമ്പൂവും പട്ടയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇച്ചിരി ഇട്ടിട്ടുണ്ട്. മഞ്ഞളൊന്നും ഞങ്ങൾ ഇടുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ 3/4 ഭാഗം അരിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം, ഇത് അരി ഒട്ടാതിരിക്കാൻ. നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അരി ഇവിടെ കിടന്ന് വേകട്ടെ. നമ്മൾ നോക്കി ഇരുന്നോണം, പെട്ടെന്ന് വെന്തെടുക്കും. വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഉരുളി വെച്ചിരിക്കുകയാണേ, ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പം അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഉരുളി ചൂടായി. അപ്പം ഞാൻ കിസ്മിസ് ഇട്ട് ഒന്ന് കഴുകി എടുത്തത്. ഇതൊക്കെ കിസ്മിസ് വറുത്ത് മാറ്റി. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ നെയ്ക്കകത്താണ് വറുത്തെടുക്കേണ്ടത്. എന്നാൽ നട്ട്സ് മൂത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊന്നും വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊന്ന് എടുത്താൽ മതി. ചിക്കിത്തോർത്ത് എന്നെടുത്തത് അത് നന്നായിട്ട് വഴറ്റി. ബീൻസ് ഞാൻ സ്വല്പം ഒന്ന് വേവിച്ചെടുത്തു. എന്നാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വേവുള്ളതായതുകൊണ്ട്. ഇതും കൂടെ നെയ്ക്കകത്ത് കിടന്നങ്ങോട്ട് മൂക്കട്ടെ. ബീൻസ് നല്ലപോലെ ഇപ്പം വഴന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട ഇവിടെ 4 എണ്ണം പൊരിച്ച് വെച്ചിരുന്ന് അത് ചിക്കി എടുത്തിയാണ്. ഇതും കൂടെ അങ്ങോട്ടിട്ട് അതും കൂടെ ഒന്ന് ഉണക്കിയിട്ട് ഞാൻ ഇനി 1 കപ്പ് ക്യാബേജ് എടുത്ത് കൊത്തി അരിഞ്ഞ് സ്വല്പം ഉപ്പ് ചേർത്ത് വെച്ചിരുന്നതാണ്. ഇനി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ റൈസിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും വറുത്തിട്ടു. കടയിൽ നിന്നൊന്നും ഇങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കൂട്ടവും എടുക്കണം. ഇനി നമ്മൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാൻ പോവുക. 2ാമത് ചെയ്തതാണേ. ഇത് ചൂടുള്ളതുകൊണ്ടാണ് അങ്ങ് കമത്തുവാണ്. ചോറ് നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്തു. ഇനി എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. 1, 2, 3. ചോറ് നല്ല
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് ഈ ചോറിനകത്ത് പിച്ചിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ്. ചോറ് ചിക്കൻ വേവിച്ചതിൻ്റെ സ്ട്രോക്കാണ്. ബാക്കി വെള്ളം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ടിട്ട് കൊടുക്കണം. ക്യാരറ്റ്, ബീൻസ്, മുട്ട, ക്യാബേജ്, നട്ട്സ് ഇതൊന്ന് ഇളക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. ബീൻസും നട്ട്സും എല്ലാം ആദ്യം നമ്മൾ വറുത്തുകൊണ്ട് ഇതിനകത്ത് ഇനി നല്ല പോലെ അങ്ങോട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സ്വല്പം പുതിനയില ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. നമുക്ക് സെർവ് ചെയ്യാൻ നേരത്തൊന്ന് ഇളക്കണം. അതുപോലെ മല്ലിച്ചപ്പ് ഇത് അങ്ങോട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് ഞാനെല്ലാം നെയ്യിൽ വറുത്തുകൊണ്ട് ഈ ഉള്ളി മാത്രം ഓയിലിലാണ് വറുത്തത്. അപ്പം ഞാൻ തയ്യാറാക്കിയ ചില്ലി ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസും ഒന്ന് കഴിച്ചു നോക്കാം. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഏത് സാധനം തയ്യാറാക്കിയാലും അത് ചൂടോടെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാനൊരു ചെറിയ കഷ്ണമാണ് എടുത്തത്. സൂപ്പറായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും തയ്യാറാക്കി നോക്കണം. ഇത്രയൊന്നും സാധനങ്ങൾ ഇട്ടില്ലെങ്കിലും കുറച്ച് സാധനമുള്ളെങ്കിലും ചെടിന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.